ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്ത് ജീവിച്ചവരാണെങ്കിലും, എത്രയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും കർത്താവ് നമ്മൾ ക്ഷമിക്കും. അതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഒരിക്കലും ദൈവം പകരം ചെയ്യുന്നവനല്ല. ദൈവം നമ്മോട്, ദൈവത്തിൻ്റെ മക്കളോട്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളോട് പ്രതികാരം ചെയ്യുന്നവനല്ല. ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തുമില്ല, ശിക്ഷിക്കത്തുമില്ല. കർത്താവേ, തെറ്റിപ്പോയി, അങ്ങനോട് കരുണയാകണം, എന്നെ, എൻ്റെ കുടുംബത്തെ, മക്കളെയൊക്കെ രക്ഷിക്കണം. ഒന്ന് ഹൃദയം നുറുങ്ങിയൊന്ന് പ്രാർത്ഥിച്ചാൽ അത് മതി. കർത്താവ് നിങ്ങൾക്ക് മറുപടി നൽകും. കർത്താവെ, തെറ്റിപ്പോയി, മാപ്പ് തരണമെന്ന് നിലവിളിച്ചാൽ ഉടൻ സ്വർഗത്തിൻ്റെ ഉത്തരവുണ്ട്. അവൻ തൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകും, നിങ്ങൾക്ക് മാപ്പ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പത്രോസിൻ്റെ ജീവിതമാണ്. ഒരു മാനസാന്തരത്തിലേക്ക് പത്രോസ് കടന്നു വരുന്നൊരു അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിൽ 54 തിരുവചനങ്ങൾ. അതായത് യേശുവിനെ റോമൻ പടയാളികൾ പിടിച്ചിട്ട് കൊണ്ടുപോയി ക്രൂരമായിട്ട് ഈശോയെ പീഡിപ്പിച്ചു. ആ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ, രാത്രിയാണ്, ഗെത്സമനി എന്ന് പറഞ്ഞ രാത്രി സമയത്താണ് യേശുവിനെ പിടിക്കുന്നത്. അപ്പം പത്രോസ് വാളൂരി വെട്ടുന്നതൊക്കെ നമുക്കറിയാം. ഈശോയ്ക്ക് പത്രോസിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. വാളൂരി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, വാള് ഉറയിൽ ഇടുക, അല്ലേ? വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വാളുറയിലിടാൻ പറയുന്നു. എന്നിട്ട് ഈശോയുടെ ആ സ്നേഹം കണ്ടോ, ആ മുറിഞ്ഞു വീണ പട്ടാളക്കാരൻ്റെ ചെവി ഈശോ എടുത്തു. എന്തൊരു സ്നേഹമല്ലേ! അതാണ് ഈശോയുടെ സ്നേഹം. ആ ചെവി ഈശോ എടുത്തു. ചെവി എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പം തന്നെ ആ ചെവി അവിടെ കൂടിച്ചേർന്നു. ഹല്ലേലൂയ. കാരണം ഇനി ഈ ചെവിയുടെ പേരിൽ ഒരു പട്ടാളക്കാരനും പത്രോസിനെ തുടരുത്. ഹല്ലേലൂയ. ഒന്ന് പറയുന്നേ ഹല്ലേലൂയ. ചുണയായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെയും കർത്താവ് ഒരു സൗഖ്യമാണ് നൽകുന്നത്. യേശു എപ്പോഴും സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഈശോ കാൽവരി കുരിശിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, യേശുവിൻ്റെ ഹൃദയം കുത്തിപ്പൊള്ളുന്നപ്പോൾ രക്തവും വെള്ളമൊക്കെ വീണ് ബാക്കി ഒരു മനുഷ്യൻ്റെ കണ്ണ് കേട്ടിട്ടില്ലേ? കണ്ണിന് കാഴ്ച കിട്ടി. കേട്ടില്ല അങ്ങനെ സംഭവം ഉണ്ട്. ഒരു പടയാളിയുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയവും കർത്താവ് സൗഖ്യം നൽകുന്നത്. അവൻ്റെ അവസാനത്തുള്ളി രക്തത്തിലൂടെയും അത്ഭുത സൗഖ്യമാണ് സംഭവിക്കുന്നത്. ഇന്നും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എല്ലാം അത്ഭുതമായ സൗഖ്യം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുമ്പസാരമെന്ന കുദാശയിലൂടെ നിങ്ങളുടെ ആത്മാവിന് ഇന്ന് വലിയൊരു സൗഖ്യമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആത്മാവിപ്പം നല്ല നിർമ്മലമാണ്. ഹല്ലേലൂയ. യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്ത് കുറവുണ്ടെങ്കിലും, എത്ര രഹസ്യമായിട്ട് എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഹൃദയം നുറുങ്ങി ഏറ്റു പറഞ്ഞോ, തൽക്ഷണം എല്ലാം മായ്ക്കപ്പെടും. ആ പാപങ്ങളെല്ലാം ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി പാപത്തെ ഓർത്തൊരു കുറ്റബോധവും വേണ്ട. ഇന്നലെ വരെ, കഴിഞ്ഞ നിമിഷം വരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച്, വീഴ്ചകളെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ ഇനിയൊരു കുറ്റബോധം വേണ്ട. അത് കഴിഞ്ഞു, അത് തീർന്നു. ഈ കഴിഞ്ഞ നിമിഷം, നിങ്ങൾ കുമ്പസാരിക്കുന്ന നിമിഷം വരെ ജീവിതത്തിൽ എന്തൊക്കെ വീഴ്ച വന്നിട്ടുള്ളൂ, ഇനി ഏതെങ്കിലും ഒരു പാപം നിങ്ങളെ മറന്നുപോയെന്ന് വിചാരിക്കുക. പിന്നെ ഓർത്തത്, നിങ്ങളുടെ കുമ്പസാര സമയത്ത് മറന്നുപോയ പാപം കർത്താവ് ക്ഷമിച്ചോ? ഉറപ്പാ, ക്ഷമിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾ ചെയ്തതും ഓർമ്മിച്ചതും ഓർമ്മിക്കാത്തതും മറച്ചു വെച്ച് പറയാൻ പാടില്ല. അങ്ങനെ മറച്ചു വെച്ച് പറഞ്ഞെങ്കിൽ അടുത്ത കുമ്പസാരത്തിൽ പറയണം. എനിക്കറിയാം നിങ്ങൾ ആരും മറച്ചു വെച്ചിട്ട് കുമ്പസാരിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എല്ലാം നിങ്ങൾ നന്നായിട്ട് തുറന്നു പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. ഒരു കുറ്റബോധമായിട്ട് ഇവിടെ ഇരിക്കല്ലേ നിങ്ങളാരും. നിങ്ങളുടെ സകല പാപങ്ങളും യേശു സഞ്ചിയിലാക്കി മുദ്ര വെച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി പാപത്തെക്കുറിച്ചൊരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അത്രമാത്രം ഈശോയ്ക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ ആലപ്പുഴയിൽ മാരാരിക്കുളം എന്നൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? മാരാരിക്കുളം കേട്ട് കാണാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് നാടാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കൺവെൻഷൻ നൽകുകയാണ്. അവിടെ ആലപ്പുഴയ്ക്ക് ഇങ്ങനെ മണലാണല്ലോ മൊത്തം. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾ ഇങ്ങനെ മണൽപ്പുറത്തിരുന്ന് ഇങ്ങനെ വചനം കേൾക്കുക.
ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം, എൻ്റെ കണ്ണെത്തുന്ന ദൂരത്തിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. കാവി ജുബായും കാവി മുണ്ടുമൊക്കെ ഉടുത്ത ഒരു മനുഷ്യൻ അവിടെ നിന്ന് വചനം കേൾക്കുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ ഒരു പ്രാവശ്യം ഒരു കൺവെൻഷൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കൺവെൻഷൻ അന്ന് കഴിഞ്ഞു. ഒത്തിരി പേര് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അവർക്കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു. ഈ സഹോദരന് വന്ന് മുട്ടലങ്ങ് നിന്നു. പിന്നെ ഞാൻ കയ്യെ പിടിച്ചു, ചേച്ചി എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ മനുഷ്യനെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം 7 കൊലപാതകം നടത്തിയ വ്യക്തിയാണ്. 7 പേരെ കൊന്നതാണ്. ചില്ലറക്കാരനൊന്നുമല്ല. ഇറച്ചി ആൽബിൻ എന്ന് വിളിക്കപ്പെടും. ആൽബിൻ, ഇറച്ചി ആൽബിൻ, പക്ക തെമ്മാടിയായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് മനുഷ്യരെയൊക്കെ അങ്ങോട്ട് ഗുണ്ടാത്തലവനാണ്. മനുഷ്യരെ കൊന്നിട്ട് ആ കുത്തിയൊക്കെ കൊന്നിട്ട് ആ കത്തി ചാരായത്തിനകത്തേക്ക് അങ്ങോട്ട് മുക്കി ആ രക്തം കൂടെ കൂട്ടി കുടിക്കുന്ന മനുഷ്യനായിരുന്നു ഇറച്ചി ആൽബിൻ. 7 കൊലപാതകം നടത്തിയ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഒരിക്കൽ ജയിലിൽ ചെന്ന ജീസസ് ഫെറ്റൻറ്റിയുടെ ആളുകൾ ജയിലിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. അന്ന് ഈ മനുഷ്യൻ ആദ്യമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ഈ സുവിശേഷം യേശുവിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ടിടയായി. അത് ആ മകൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. പരോളിൽ ഇറങ്ങിയപ്പോൾ ഒരു ധ്യാനം പോയി കൂടി. ആ ധ്യാനം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് അവിടെ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ഹൃദയം ചങ്കുപൊട്ടിക്കരയുക. അത്രമാത്രം ആഴത്തിൽ. ഞാൻ ഓർക്കുന്നു, അനേക വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ ഞാൻ ഒരിക്കൽ ഒരു കൺവെൻഷൻ, എൻ്റെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ ഒരിക്കൽ കൺവെൻഷനിൽ ഞാൻ സാക്ഷ്യം പറയാൻ വിളിച്ചു. ഇദ്ദേഹം മാനസാന്തരത്തേക്ക് വന്ന സമയം അസാധാരണമായ അഭിഷേകമായിരുന്നു ആ സാക്ഷ്യം. ജനങ്ങൾ മൊത്തം കരയുക. ചങ്കുപൊട്ടി ആ മനുഷ്യൻ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുന്നത് കരയുക. കരഞ്ഞ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. ഭാര്യയും മക്കളൊക്കെ മനുഷ്യനാ. 7 കൊലപാതകം നടത്തിയ ആ മനുഷ്യൻ അന്ന് വർഷങ്ങൾ കൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അനുതാപത്തിലേക്ക് വന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ ധ്യാനം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഇറച്ചി ആൽബിൻ എന്ന ആ വ്യക്തി ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോൾ ആലപ്പുഴ പുന്നപ്രയിൽ മാനസിക രോഗികളെ നോക്കുന്ന ഒരു ശുശ്രൂഷാ കേന്ദ്രമുണ്ട്. 200-ലധികം മാനസിക രോഗികൾ ആ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നു. കുറച്ച് പ്രേക്ഷകരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടി ചെയ്യാണ്. അവിടെ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക, മാനസിക രോഗികളെ കുളിപ്പിക്കുക, മലമൂത്ര വിസർജനത്തിലൊക്കെ കിടക്കുന്ന മാനസിക രോഗികളെ എടുത്ത് അത് കയ്യിലെ പ്ലാസ്റ്റിക് ഉറയിട്ടിട്ട് അതുകൊണ്ട് മലം കൈകൊണ്ട് കോരിക്കളഞ്ഞിട്ട് ആ മനുഷ്യനെ കുളിപ്പിക്കുന്ന മനുഷ്യനായിട്ട് ഇറച്ചി ആൽബിൻ മാറുകയാണ്. ഒരിക്കൽ ആ കൈകൾ കൊണ്ട് 7 പേരെ കുത്തിക്കുന്ന മനുഷ്യനാണ്. ഇന്ന് മാനസികരെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവർക്ക് വേണ്ടി ജീവിക്കുക. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഞാനീ പറഞ്ഞത് കെട്ടുകഥയല്ല, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അസാധാരണമായ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് അനേകര് ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് മടങ്ങി വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആരും കൊലപാതകളല്ല, ആരെ കൊന്നവരാരില്ല ഇവിടെ. നമുക്കൊക്കെ പറ്റുന്ന കുറേയൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. വിഷമിക്കണമെന്നേ. നിങ്ങൾ തെറ്റുകളെ ഓർത്ത് കുറ്റബോധത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഒരുപക്ഷെ കുടുംബജീവിതത്തിലെ അവിശ്വസ്തത, തെറ്റായ ബന്ധങ്ങൾ, അല്ലെ മദ്യപാനം, കുറെ വീഴ്ചകളൊക്കെ വന്നു കാണും. സാരമില്ലെന്നേ. നിങ്ങളെ സ്നേഹിക്കുന്നവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശില് പരിഹാരം ചെയ്തു കഴിഞ്ഞു. ആ കുരിശില് ഏറ്റുവാങ്ങി പീഡാസഹനത്തിൻ്റെ വേദനയുടെ യോഗ്യതയിൽ എൻ്റെയും നിങ്ങളുടെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കുറ്റബോധവും വേണ്ട, ഒരു നിരാശയും വേണ്ട. കഴിഞ്ഞ കാലങ്ങൾ എല്ലാം കർത്താവ് മറന്നു കഴിഞ്ഞു, എല്ലാം കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ ഓർത്തിരുന്ന് അവയ്ക്ക് ശിക്ഷിക്കുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കൈവശം പണ്ടൊക്കെ
1000 നോട്ടും 2000 നോട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 500 രൂപയല്ലേ ഏറ്റവും വലിയ നോട്ട്. 2000 ഒക്കെ നിന്ന് പോയെന്ന് തോന്നുന്നല്ലേ? 2000 നോട്ട് കാണാൻ നിന്ന് പോയില്ലേ? നിന്നുപോയി. അപ്പോൾ 500 രൂപയാണ് ഏറ്റവും വലിയ ഇന്നത്തെ വിലയുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത്. ഒരു 500 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. നിങ്ങൾ അത് തപ്പിച്ചെന്നപ്പോൾ ഇതാ ചെളിവെള്ളത്തിൽ അഴുക്കിനകത്ത് കിടക്കുക. കൈയിട്ട് അത് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അഴുക്കിനകത്ത് കിടക്കുക. നിങ്ങളെന്ത് ചെയ്തു? ഒരു കമ്പ് സംഘടിപ്പിച്ചൊരു കമ്പ് കൊണ്ട് ഈ നോട്ട് അതിനകത്ത് തോണ്ടിപ്പുറത്തിട്ടു. ഈ ചെളിക്കകത്ത് കിടക്കുമ്പോൾ ഈ 500 രൂപയ്ക്ക് വിലയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ മക്കളെ? അതെങ്ങനെ ഈ 500 രൂപയ്ക്ക് ചെളി കിടക്കുമ്പോൾ വില വരുന്നത്? കാരണം 500 രൂപയ്ക്ക് മൂല്യത്തിനുള്ള സ്വർണം അല്ലെ അത് വേണ്ട ഡിപ്പോസിറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. 500 രൂപ ചെളിവെള്ളത്തിൽ കിടന്നാലും വേസ്റ്റ് പോകുന്ന ഓടെ കിടന്നാലും 500 രൂപയ്ക്ക് വിലയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അത് കമ്പോട് തോണ്ടി പുറത്തിട്ടു. എന്നിട്ട് അത് വെള്ളത്തിൽ കിടന്ന് കഴുകി ഒന്ന് ചെളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തുണിക്കടിയിൽ വെച്ച് തേപ്പൊട്ടിയൊക്കെ വെച്ചൊന്ന് ഉണങ്ങിയൊക്കെ എടുത്തു. ഒരു കുഴപ്പമില്ല നോട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഏത് ചെളിക്കകത്ത് കിടന്നാലും, ഏത് പാപത്തിൻ്റെ ചെളിക്കുണ്ട് കിടന്നാലും നിന്റെ വില എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവന്റെ, ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കയ്യിൽ മോതിരം ഉള്ളവരൊക്കെ ഒന്ന് കരമെത്തി കാണിച്ച കയ്യെ മോതിരം ഉള്ളവർ ധാരാളം പേരുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ കയ്യെ കിടക്കുന്ന മോതിരം 1/2 പവനോ 1 പവനോ ഒക്കെ ആയിരിക്കും. ഇപ്പം സ്വർണ്ണത്തിൽ തീ വിലയല്ലേ? നിങ്ങളുടെ കയ്യെ കിടക്കുന്ന 1 പവൻ സ്വർണം എങ്ങനെയോ അബദ്ധത്തിൽ കുളി മുറി വെച്ച് സോപ്പ് തേച്ച ഒഴിക്ക് ഊരിപ്പോയി തെറിച്ച് ക്ലോസറ്റിനകത്ത് പോയി. ആകെ പ്രശ്നമായി. എന്താ ചെയ്യുന്നത്? ക്ലോസറ്റിനകത്ത് പോയി. ആ ക്ലോസറ്റിൽ പോയ 1 പവൻ്റെ സ്വർണത്തിന് വിലയുണ്ടോ? വിലയുണ്ടോ? പറ. വിലയുണ്ട്. എൻ്റെ കാര്യം എന്നാ? ഇത് സ്വർണമാണ്. ക്ലോസറ്റിൽ കിടന്നാലും 1 പവൻ്റെ വില ഇപ്പം എത്രയാണോ? 10,000 ഒക്കെ എന്നാ തോന്നുന്നത്. അത്രയും വില ആ സ്വർണത്തിനുണ്ട്. നീ ഏത് അഴുക്ക് ചാലി കിടന്നാലും, ഏത് പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ മുഴുകി ജീവിച്ച വ്യക്തിയാണെങ്കിലും, അങ്ങനെ ജീവിക്കുമ്പോഴും നിന്റെ ആത്മാവിന് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ജീവന്റെ വിലയുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തില്, തിന്മയുടെ വഴികളിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഹൃദയഭാരം തോന്നണം. അവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒരു പാപി പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഒരു പാപി പോലും നശിച്ചു പോകുവാൻ, അതായത് ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും നശിച്ച് നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്റെ ഏകജാതനെ അയച്ചത്, ഏകജാതന്റെ ജീവനെ തന്നത് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യേശു മാനവരാശിയുടെ മുഴുവൻ രക്ഷകനാ. നമ്മുടെ മാത്രമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിൽ നീന്തി തുടിക്കുമ്പോഴും ഓർത്തുകൊള്ളുക, നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവന്റെ വിലയുണ്ട്. അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ വിലയുണ്ട്. അവൻ നമ്മളെ തള്ളിക്കളയത്തില്ല. അവൻ്റെ ചങ്കിൻ്റെ അകത്ത് ഏതൊരു പാപിക്കും ഇടമുണ്ട്. അവൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. നല്ലവർക്കും പാപികൾക്കും എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചിയാൽ നിന്ന സഹോദരൻ ഇന്ന് അനേകരുടെ മുൻപിൽ ജീവിത സാക്ഷ്യം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ മാനസാന്തരത്തിന്റെ ഒരു ചെറിയ പതിപ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തില്, ഇടവകയില്, ഈ ദേശത്ത് മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു ലൂക്ക 22:54 വചനങ്ങളില് ഇവിടെ പറയുകയാണ്, പ്രധാന പുരോഹിതന്മാര് അവര് യേശുവിനെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയി യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു.
അതായത് ഒരു അകലം. ക്രിസ്തുവുമായിട്ട് നിനക്ക് ഒരു അകലം ഉണ്ടായാൽ നീ വീണിരിക്കും. വീണാൽ നിന്നെ താങ്ങുവാനായിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ക്രിസ്തുവുമായിട്ട് നമുക്ക് അകലം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്തിരിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാ പാപത്തിൻ്റെ വഴികളും തെറ്റായ വ്യക്തിബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ഞാൻ ഒന്നാകേണ്ടിയിരിക്കുന്നു. അതാണ് യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.